ഗാസ മുനമ്പിൽ നിന്നും പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയെ പ്രശംസിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പദ്ധതി നടത്തിപ്പിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഗാസ വിഷയത്തിൽ സമീപ വർഷങ്ങൾക്കിടെ ഉയർന്നു വന്ന ഏറ്റവും നല്ല ആശയമാണ് ട്രംപിന്റേത്. ഗാസയിലെ സാഹചര്യങ്ങളെല്ലാം മാറ്റാൻ നിർദ്ദേശത്തിന് കഴിയും. പലസ്തീൻ പ്രദേശത്തിന്റെ ഭാവിയിലേക്കുള്ള ശരിയായ സമീപനമാണിതെന്നും നെതന്യാഹു പറഞ്ഞു. പലസ്തീനികളെ ഒഴിപ്പിക്കുന്ന ജോലി അമേരിക്കൻ സൈനികർ ചെയ്യില്ല, പക്ഷേ ഇസ്രയേലിന് അത് കഴിയുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഗാസ വീണ്ടും ഹമാസ് കൈവശപ്പെടുത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള താവളമായി ഗാസയെ ഹമാസ് ഉപയോഗിക്കുമെന്നും ഇതിനൊരു പരിഹാരമാണ് ട്രംപിന്റെ പദ്ധതിയെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. കുടിയിറക്കപ്പെട്ട ഗാസയിലെ ആളുകളെ സ്വീകരിക്കാൻ സമ്മതിക്കുന്ന ഒരു രാജ്യം കണ്ടെത്തുകയാണ് പ്രശ്നമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം ട്രംപിന്റെ പദ്ധതി വിനാശകരമാണെന്ന് ഗാസയിലെ ഹമാസ് തലവൻ ഖലീൽ അൽ-ഹയ്യ പറഞ്ഞു. മേഖലയിലെ പ്രശ്നങ്ങൾ വീണ്ടും ആളിക്കത്തിക്കുന്നതാണ് US പ്രസിഡന്റിന്റെ നിർദ്ദേശം. ഗാസ പിടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ പദ്ധതികൾ പരാജയപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹമാസും ഇസ്രയേലും തമ്മിലുള്ള രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിലായിരിക്കെ വെടിനിർത്തൽ അവസാനിപ്പിക്കാൻ നെതന്യാഹു ആഭ്യന്തര സമ്മർദ്ദം നേരിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെയാണ് ട്രംപിന്റെ പദ്ധതിയെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും. ഖത്തറിൽ നടക്കുന്ന ചർച്ചകൾക്കായി ഇസ്രയേൽ പ്രതിനിധി സംഘത്തെ അയച്ചിരുന്നു. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരെ ആരും സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം കാനഡയെ US സംസ്ഥാനമാക്കുമെന്ന നിലപാട് ആവർത്തിച്ച് പറയുകയാണ് ട്രംപ്. കാനഡ 51ാമത്തെ സംസ്ഥാനമാകുന്നത് ഗൗരവമായി കാണുന്നുവെന്നാണ് ട്രംപിന്റെ പ്രസ്താവന. സൂപ്പർ ബൗൾ പ്രീഷോയ്ക്കിടെ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കാനഡയുമായുള്ള ബന്ധത്തിൽ പ്രതിവർഷം $200 US-ന് ഇതിലൂടെ നഷ്ടമാകുന്നത്. എന്തിനാണ് ഇത്രയും തുക അനാവശ്യമായി നൽകുന്നത്? ഇതിലും നല്ലത് കാനഡ അമേരിക്കൻ സംസ്ഥാനമായിരിക്കുന്നതാണ് നല്ലതെന്നും ട്രംപ് പറഞ്ഞു.